അമ്മ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജോയ് മാത്യു. സംഘടനയുടെ ഭാഗമാകാതിരിക്കാൻ തന്നെയാണ് രാജിവെച്ചത്. സംഘടനാ ചുമതലകളിലേക്ക് ഇനിയില്ല. യോഗത്തിൽ ശ്വേത പറഞ്ഞ കാര്യങ്ങൾ യുക്തിയില്ലെന്ന് പിന്നീട് മനസ്സിലായി. ശ്വേതയ്ക്ക് ഇനിയും രാജിവെക്കാമെന്നും ജോയ് മാത്യു പറഞ്ഞു. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ആയി മാറാനാണ്. കാരണം ഇത് പടലപ്പിണക്കങ്ങളും പരസ്പരമുള്ള അധികാര വടംവലിയും അധികാര കൊതിയും ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘമാണ്. അതായത് ഒരു പാനലായിട്ട് ജയിച്ചു വന്നതല്ല. നമ്മളൊരു പാനലായിട്ട് ജയിച്ചു വരുമ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് വരുമ്പോൾ അവർക്കൊക്കെ സ്വകാര്യ താല്പര്യങ്ങളുണ്ടാവുക. അപ്പോൾ ആ സ്വകാര്യ താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോഴാണ് പരസ്പര സ്പർദ്ധ വരുന്നു, പോലീസ് കേസിലെത്തുന്നു, മറ്റേയാൾ എന്നെ മോശം പേര് വിളിച്ചെന്ന് പറയുന്നു, അത് കേസാവുന്നു. ഇങ്ങനെ പോലീസ് കേസിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇടവരുത്താത്ത ഒരു നേതൃത്വം വേണ്ടത്. നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർ ശബ്ദത്തെ പോലും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. തുടക്കത്തിലേ പ്രശ്നങ്ങളായിരുന്നു.